ആലപ്പുഴ ചേർത്തല ഐഷ കൊലക്കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. 2012 മെയ്യിൽ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിലെത്തി ഐഷയെ കൊലപ്പെടുത്തി എന്നാണ് കണ്ടെത്തൽ. സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ചേർത്തല സ്വദേശിയായ ഐഷയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പോലീസിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ജയിലിലെത്തി രേഖപ്പെടുത്തുകയും പിന്നീട് കസ്റ്റഡി അപേക്ഷ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി നൽകുകയായിരുന്നു. എന്തായാലും 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പോലീസിന് സെബാസ്റ്റ്യൻ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 2012 മെയ്യിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ച് ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇതിന് ബലം നൽകുന്ന ചില മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 13 വർഷം പിന്നിട്ട ഒരു സാഹചര്യത്തിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക അസാധ്യമാണ്. എന്നാൽ ഈ കൊലപാതക വിവരങ്ങളും മൃതദേഹം നശിപ്പിച്ചതടക്കമുള്ള സ്ഥലത്തെല്ലാം സെബാസ്റ്റ്യൻ എത്തിച്ച് അവിടെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. എന്തായാലും ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെയും കടക്കരപ്പള്ളി സ്വദേശിയായ ബിന്ദു പത്മനാഭന്റെയും കൊലപാതക കേസിൽ നിലവിൽ ജയിലിൽ കഴിയുകയായിരുന്നു സെബാസ്റ്റ്യൻ. അതിന് പിന്നാലെയാണ് ഈ ഒരു ഐഷ കൊലപാതക കേസിലും സെബാസ്റ്റ്യൻ പങ്കുണ്ട്. ഈ സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുകയും പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ലൈസാദ് മുഹമ്മദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്തായാലും ഇനിയിപ്പോൾ 5 ദിവസം സെബാസ്റ്റ്യനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും.